الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد الصلاة والسلام عليك يا رسول الله خذ بيدي قلت حيلتي أدركني സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്, നമ്മുടെ അബൂ റയ്യാൻ ഉസ്താദ് നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങളുടെ സനദ് വായിക്കുന്നത് കേട്ടു. അൽഹംദുലില്ലാഹ്, മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രണ്ടു ലോകവും വിജയിപ്പിക്കുമാറാവട്ടെ. ആ മഹാന്മാരോടൊപ്പം ജന്നാത്തുൻ നഈമിൽ നമ്മയും നമ്മുടെ സ്നേഹജനങ്ങളെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്, നമുക്ക് ഒരുപാട് കാലമായി നമ്മുടെ ശമാഇൽ തുർമുദി എന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ വിശദീകരണം മുടങ്ങി കിടക്കുകയായിരുന്നു. നാട്ടിൽ പോയതുകൊണ്ടും അതുപോലെ ലാപ്ടോപ്പ് കേടായതുകൊണ്ടും ആണ് മുടങ്ങിപ്പോയത്. ഇൻഷാ അല്ലാഹ്, നമുക്ക് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. അതെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് വളരെ ആധികാരികമായി തന്നെ ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസുകളാണ് ശമാഇലുൽ തുർമുദിയിൽ ഉള്ളത്. ഒരുപാട്, ഏകദേശം പകുതിയോളം നമ്മൾ ക്ലാസ് റൂമിൽ വിശദീകരിച്ചു കഴിഞ്ഞു. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യമായ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് സ്വഭാവങ്ങൾ, ഒരുപാട് ശരീരപ്രകൃതികൾ, അവിടുത്തെ നടത്തം എങ്ങനെയായിരുന്നു, അവിടുത്തെ ഇരുത്തം എങ്ങനെയായിരുന്നു, അതുപോലെ അവിടുത്തെ തിന്നലും കുടിക്കലുമൊക്കെ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ അധ്യായം ഏകദേശം ഇനി അരമണിക്കൂർ കൂടി തുടരാം. കാരണം ബാങ്ക് കൊടുക്കാൻ അല്പസമയമുള്ളൂ. പിന്നെ അബൂ റയ്യാൻ ഉസ്താദ് വന്നതുകൊണ്ടും അതുപോലെ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ ചരിത്രം അത് കേൾക്കാൻ വലിയ താല്പര്യം ഉള്ളതുകൊണ്ടുമാണ് മൈക്കിൽ വരാതിരുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തി. അടുത്ത അധ്യായം ബാബു മാ ജാഅ ഫീ തഅത്തുരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഗന്ധം, അവിടുന്ന് എങ്ങനെയായിരുന്നു സുഗന്ധം ഉപയോഗിച്ചിരുന്നത് എന്നത് സംബന്ധമായിട്ട് വിശദീകരിക്കുന്ന അധ്യായമാണ് നമുക്ക് പറയാനുള്ളത്. സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ സുന്നത്തായ ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ സമയത്തും നല്ല സുഗന്ധത്തോടുകൂടി അത്തർ ഉപയോഗിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് നമുക്കും സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവർക്കും അത് വലിയ സന്തോഷമാണ്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തി, ഒരാൾ വസ്ത്രം നല്ല വൃത്തിയുണ്ടായാൽ, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചാൽ അവന്റെ മനസ്സിന് അത് വലിയ സന്തോഷമുണ്ടാക്കും. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിച്ചാൽ അവന്റെ ബുദ്ധിക്ക് വികാസമുണ്ടാക്കും എന്ന് നമ്മുടെ ഇമാം ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തിയതായി കാണാം. എപ്പോഴും നല്ല വൃത്തിയോടുകൂടി നടക്കുക. നമ്മുടെ ശരീരം, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം, പരിസരം എല്ലാം തന്നെ നല്ല വൃത്തിയുള്ളതായാൽ
അത് നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാവാനും മനസ്സമാധാനം ഉണ്ടാവാൻ കാരണമാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോ നമ്മുടെ കണ്ണിൽ ആദ്യമായിട്ട് കാണുന്നത് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ് അവറുകളെയാണ്. എത്ര നല്ല ഭംഗിയായി വൃത്തിയായി അവിടുന്ന് എപ്പോഴും നടക്കുന്നത് കാണുമ്പോ അത് വലിയ സന്തോഷമാണ്, നമുക്കും മനസ്സിന് വലിയ സമാധാനമാണ്. വിമർശകർ എന്തു പറഞ്ഞാലും പിന്നെ ചുളിനീരാത്ത കുപ്പായം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹത്തുക്കളായ അയിമ്മത്തുകളെയും ഒക്കെ ചര്യ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുകയും ആ നിലക്ക് ജീവിച്ച് മാതൃക കാണിച്ചു തരികയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഒരുപാട് കാലം ആ തണലിൽ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചാൽ അത് എന്താവും, മനസ്സിന് സമാധാനം ഉണ്ടാക്കുകയും ചെയ്യും. അത്തർ ഉപയോഗിച്ചാൽ, സുഗന്ധം ഉപയോഗിച്ചാൽ അത് ബുദ്ധിക്ക് വികാസം ഉണ്ടാകുമെന്നാണ് നമ്മുടെ അഇമ്മത്ത് നമ്മെ പഠിപ്പിച്ചത്. حدثنا محمد بن رافع وغير واحد قالوا حدثنا أبو أحمد الزبيري قال حدثنا شيبان عن عبد الله بن المختار عن موسى بن أنس بن مالك عن أبيه رضي الله عنه وعنهم قال كان لرسول الله صلى الله عليه وسلم سكة يتطيب منها. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു ബാബു മാ ജാഅ ഫീ തഅത്തുരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഗന്ധം ഉപയോഗിക്കുന്നത് സംബന്ധമായിട്ട് പറയുന്ന അധ്യായത്തിലെ 1-ാമത്തെ നമ്പർ ഹദീസാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ റാഫി റളിയല്ലാഹു തആല അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി തങ്ങളുടെ ഉസ്താദ്. ആ മഹാനവരുടെ ചരിത്രം പറയുമ്പോൾ വലിയ ആബിദായിരുന്നു എന്നാണ്. അതോടൊപ്പം വലിയ ദരിദ്രനുമായിരുന്നു. ദരിദ്രനായതോടൊപ്പം വലിയ ആബിദായിരുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് റാഫി റളിയല്ലാഹു തആല അൻഹുവിന് അബൂ ത്വാഹിർ എന്നവർ ഒരു ദിവസം 5000 ദീനാർ സമ്മാനിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം അത് മടക്കി എന്നാണ്. ആവശ്യമുണ്ടായിട്ട് കൂടി മടക്കി എന്ന് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ കാണാം. എന്തോ ആവട്ടെ, നമുക്ക് ഹദീസ് വിശദീകരിക്കാം. കാന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നു സുക്കത്തുൻ, എന്തുണ്ടായിരുന്നു, ഒരു തരം അത്തറുണ്ടായിരുന്നു. കസ്തൂരി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരം അത്തറാണ് സുക്കത്ത് എന്നുള്ളത്. കറുത്ത കളറായിരുന്നു അതിന്റെ നിറം എന്ന് കാണാം. 2-3 ദിവസങ്ങളൊക്കെ അതിന്റെ മണം തീരെ പോകാതെ നിന്നിരുന്നു എന്നാണ്. യതതയ്യബു മിൻഹ, അതിൽ നിന്നും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഗന്ധം ഉപയോഗിച്ചിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് എപ്പോഴും എന്തുണ്ടായിരുന്നു, കസ്തൂരി കൊണ്ടും അതുപോലെയുള്ള മറ്റു ഇനം അത്തറുകളെ കൊണ്ടുമെല്ലാം മുറക്കബായ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു തരം അത്തർ അള്ളാഹുവിന്റെ റസൂലിനുണ്ടായിരുന്നു. അതിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് സുക്കത്തിനെ വിശദീകരിച്ചിട്ട് പറയുന്നു, ഹിയ തയ്യിബുൻ മുറക്കബുൻ, ഒരുപാട് ഇനം അത്തറുകൾ കൊണ്ട് സമ്മിശ്രമായി കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു തരം അത്തറാണ് സുക്കത്ത് എന്നുള്ളത്. അതേസമയത്ത് സുക്കത്ത് എന്നാൽ പിന്നെ അത്തറിന്റെ പാത്രം എന്നു ഉദ്ദേശം ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഉണ്ട്. എന്തായാലും അതിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചതായിട്ട് കാണാം എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത്, നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത ഹദീസ് വായിക്കാം. حدثنا محمد بن بشار قال حدثنا عبد الرحمن بن مهدي قال حدثنا عزرة بن ثابت عن سمامة بن عبد الله قال كان أنس بن مالك لا يرد الطيب
فقال أنس إن النبي صلى الله عليه وسلم كان لا يرد الطيب. മഹാനായ സുമാമ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു, പറയുന്നു, ഖാൽ കാന അനസ് ബിൻ മാലിക്കിൻ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആയിരുന്നു, ലാ യറുദ്ദു തീബ, ആരെങ്കിലും മഹാനവറുകൾക്ക് അത്തർ സുഗന്ധം സമ്മാനിച്ചാൽ അത് ബഹുമാനപ്പെട്ടവർ മടക്കാറുണ്ടായിരുന്നില്ല, തിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എല്ലാ കാര്യങ്ങളിലും വളരെയധികം സൂക്ഷ്മതയോടുകൂടി പിന്തുടർന്ന മഹാനാണ് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനവറുകൾ ആരെങ്കിലും അത്തർ സമ്മാനിച്ചാൽ അത് മടക്കാറുണ്ടായിരുന്നില്ല. അതിന് കാരണം ബഹുമാനപ്പെട്ട അനസ് തങ്ങൾ തന്നെ പറയുന്നു, വഖാല അനസുൻ ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ലാ യറുദ്ദു തീബ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആരെങ്കിലും അത്തർ സമ്മാനിച്ചാൽ അത് മടക്കാറുണ്ടായിരുന്നില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിന്തുടർന്നുകൊണ്ടാണ്, അവിടുത്തെ മാതൃകയാക്കിക്കൊണ്ടാണ് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവും തന്നെ ആരെങ്കിലും അത്തർ സമ്മാനിച്ചാൽ അത് മടക്കാറുണ്ടായിരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് സുമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. കാരണം എന്താ, അത്തർ മടക്കി കൊടുത്താൽ അതുകൊണ്ട് ഈ ഹദിയ കൊടുത്ത ആളുകൾക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയും, അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഉഇദ അലൈഹി തീബുൻ ഫലാ യറുദ്ദഹു, ആർക്കെങ്കിലും അത്തർ സുഗന്ധം നൽകപ്പെട്ടാൽ അത് തിരിച്ച് മടക്കരുത്. കാരണം എന്താണ്, അത്തർ എന്നുള്ളത് നല്ല സുഗന്ധമാണ്. അത് കൊണ്ടുപോവാൻ, എടുത്തു നടക്കാൻ ഖനമില്ലാത്ത, വളരെ പ്രയാസമില്ലാത്ത ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കുന്നതിൽ ഒരിക്കലും മാനക്കേട് കരുതേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു റിപ്പോർട്ട്, മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ തങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തേക്ക് ആരെങ്കിലും അത്തർ സമ്മാനിച്ചാൽ അത് മടക്കാറുണ്ടായിരുന്നില്ല. ആ കാര്യം കണ്ടുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ മാതൃകയാക്കിയ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവും തന്നെ ആരെങ്കിലും അത്തർ സമ്മാനിച്ചാൽ മടക്കാറുണ്ടായിരുന്നില്ല. നമ്മൾ ഒന്നും മടക്കാറില്ല, അത് വേറെ വിഷയം അല്ലേ. നമ്മള് ആരെന്ത് തന്നാലും ഒന്നും മടക്കാറില്ല, എന്തോ ആവട്ടെ. അപ്പോ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ അബൂ ഹുറൈറ തങ്ങളുടെ ഹദീസ് കൂടിയുണ്ട്. എന്ത്, ആർക്കെങ്കിലും അത്തർ തന്നാൽ അത് മടക്കരുത് എന്നുള്ള ഹദീസ് കൂടിയുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ബത്വാൽ റഹിമഹുല്ല പറയുന്നു, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തർ സമ്മാനിച്ചാൽ അത് മടക്കാത്തത്? അതെ, എന്തുകൊണ്ടാണ്? അതിന് കാരണമായിട്ട് പറയുന്നു, മിൻ അജലി അന്നഹു മുലാസിമുൻ ലിമുനാജാത്തിൽ മലായികതി. റസൂലുള്ളാഹി തങ്ങൾ അത്തർ മടക്കാതിരിക്കാനുള്ള കാരണം എന്താ? അവിടുന്ന് എപ്പോഴും മലക്കുകളുമായിട്ടുള്ള സംഭാഷണം നടത്തുന്നവരാണ്. അപ്പൊ ആ മലക്കുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവർക്ക് അരോചകമുണ്ടാക്കുന്ന ഒരു വസ്തുവും ഒരു ഗന്ധവും ഒരു മണവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തർ മടക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഉള്ളി പോലെയുള്ള ദുർഗന്ധമുണ്ടാകുന്ന വസ്തുക്കളും മടക്കാത്തത് എന്ന് മഹാനായ ഇബ്നു ബത്താൽ റഹിമഹുല്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ഗണ്ണിച്ചിട്ടുണ്ട്. എങ്ങനെ ഗണ്ണിച്ചു? മലക്കുകളുമായിട്ട് സംഭാഷണം നടത്തുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അത്തർ മടക്കാത്തത് എങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയാവേണ്ടതല്ലേ? പക്ഷേ സംഗതി അങ്ങനെയല്ല.
റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരും ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ പോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് അത് മാത്രമല്ല കാരണം എന്നുകൂടി പിന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ വിശദമാക്കിയതായിട്ട് കാണാം. എന്തായാലും അത്ര മടക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായിട്ടുണ്ട്, പിന്നെ വിരോധിച്ചിട്ടുണ്ട്, അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മളും എന്ത് വേണം, എപ്പോഴും അത്തർ ഉപയോഗിക്കണം. എല്ലാ സമയത്തും നല്ല നല്ല സുഗന്ധമുള്ള ഒരുപാട് അത്തറുകൾ നമ്മുടെ നാട്ടിലും വിദേശത്തും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് എപ്പോഴും ഉപയോഗിക്കുക എന്നുള്ളത് നല്ല അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാടുണ്ട്. അത് നമ്മുടെ മനസ്സിന് എന്താകും, നമ്മുടെ മനസ്സിന് അതൊരു പിന്നെ വിശാലത നൽകുന്ന വയുവസ്യുൽ ഖൽബ. എപ്പോഴും പിന്നെ നമ്മളാണെങ്കിൽ ഒരുപാട് ടെൻഷനുകൾ, ജോലിയുടെ തിരക്ക്, അതുപോലെ വീട്ടിലെ തിരക്ക്, വാഹനത്തിന്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾക്കിടയിൽ ഉഴലുന്ന നമ്മൾ ഉഴലാറില്ല, അതുപോലെ ഇങ്ങനെ ഉഴലുന്ന നമ്മൾക്ക് നമ്മുടെ മനസ്സിന് എന്താവാം, ഒരു വിശാലതയുണ്ടാകാൻ കാരണമാണ് സുഗന്ധം ഉപയോഗിക്കുക എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും അതൊരു എന്താണ്, റാഹത്താണ്. എപ്പോഴും നല്ല വാസന ഇങ്ങനെ അടിച്ചു വീശുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഗുണമാണ്, ഒരു വലിയ റാഹത്താണ്, വലിയ സന്തോഷമാണ് എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകൾക്കും അത് നല്ല സന്തോഷമാണ്, അല്ലെ? ഒരാളിങ്ങനെ പുറത്തു പോയിട്ട് ഓടിക്കതിച്ചു വന്നു, ആകെപ്പാടെ വേർത്തിട്ടുണ്ട്, അങ്ങനെ ഇരിക്കുന്നത് വേറൊരാളടുത്താണ്. അപ്പൊ ആ ഇരിക്കുമ്പോ ഇയാളെ ഈ വിയർപ്പിന്റെ ഗന്ധം ഒക്കെ പാടാ, മണം, അതുപോലെയുള്ള ദുർഗന്ധങ്ങൾ, അത് മറ്റ് അടുത്തിരിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് വലിയ വിഷമമുണ്ടാവും. നമ്മളൊക്കെ സാധാരണ ബസ്സിലൊക്കെ പോകുമ്പോ നമുക്കറിയാമല്ലോ ഓരോരുത്തരുടെ അവസ്ഥകൾ, അല്ലെ? അടുത്ത് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അടുത്ത് ഇരിക്കുന്ന ആളുകൾ ചിലപ്പോ എപ്പോഴോ അല്ലെങ്കിൽ എന്നോ കുളിച്ചവർ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ കൂടുതൽ വിയർപ്പുള്ള ആളുകളായിരിക്കും, അതുപോലെയുള്ള പിന്നെ പല സ്വഭാവക്കാരും ഉണ്ടാകും. അപ്പോ അടുത്തിരിക്കുന്ന ആളുകളുടെ മണം, ദുർഗന്ധം നമുക്കുണ്ടായാൽ അത് വലിയ വിഷമമാണ്. അതേ സമയത്ത് അത്തർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടന്നാൽ നമ്മുടെ അടുത്ത് ആരിരുന്നാലും അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും, അല്ലെ? അത്തറിന്റെ മണം, നല്ല സുഗന്ധം ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അത്തർ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ കൽബിനെ സന്തോഷിപ്പിക്കും. മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ എന്താവും, അടുത്തിരിക്കുന്ന ആളുകൾക്കും അത് വലിയ സന്തോഷമുണ്ടാകും. വലിഹാദാ കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുകൊണ്ട് തന്നെ മഹാനായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമായിരുന്നു. എത്രത്തോളം? അവിടുന്ന് തന്നെ പറയുകയുണ്ടായി, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്തീബു വന്നിസാ വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ഈ ദുനിയാവിലെ വസ്തുക്കളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 വസ്തുക്കളാണുള്ളത്. അതിൽ ഒന്ന് എന്താകുന്നു? അത്തീബ്, സുഗന്ധമാണ്. മറ്റൊന്ന് നല്ല സാലിഹായ സ്ത്രീകളാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എന്റെ കണ്ണിന് നല്ല കുളിർമയുണ്ടാവുന്നത് നിസ്കാരത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയതായി ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് നമ്മുടെയും കടമയാണ്, നമ്മളും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു സംഗതിയാണ്. മാത്രമല്ല, സുഗന്ധം ഉപയോഗിക്കുന്നതിന് മറ്റൊരു ഗുണം എന്താണ്? അത് നമ്മുടെ തലച്ചോറിന് ശക്തി കൊടുക്കും എന്നാണ്. തലച്ചോറിന് ശക്തി കൊടുക്കും. മാത്രമല്ല, മുഹർരിക്കുൽ ശഹവത്തിൽ ജിമാഇ എന്നുകൂടി മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പിന്നെ ജിമാഇന്റെ ലദ്ദത്ത് അത് കൂടുതൽ ആസ്വദിക്കാനും, അത് പിന്നെ സ്ത്രീകളുമായിട്ടുള്ള ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാൻ കൂടുതൽ
ഉത്തേജനം നൽകുന്നതും കൂടിയാണ് എന്ന് ഇതിന്റെ ഗുണവശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമുക്ക് എന്ത് വേണം? നമ്മളെപ്പോഴും എല്ലാ സമയത്തും സുഗന്ധം ഉപയോഗിച്ച് കൊണ്ടാവണം നടക്കേണ്ടത്. മഹാനായ ഇമാമു ദാരിൽ ഹിജ മാലിക് റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ വളരെയധികം വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടി നല്ല കുളിച്ച് അത്തുറൊക്കെ പൂശി മുടിയൊക്കെ വാർന്ന് നല്ല ഉഷാറായിട്ടാണ് ഇരിക്കാറുള്ളത് എന്ന് മഹാനവറുകളുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വായിക്കുമ്പോ, അത് കേൾക്കുമ്പോ, അതുപോലെ എൽമുകൾ കേൾക്കുമ്പോ, എൽമിന്റെ ക്ലാസ്സിലിരിക്കുമ്പോ, സദസ്സിലിരിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നിസ്കാരത്തിലൊക്കെ പോകുമ്പോൾ അത്ര ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. കാരണം നോക്കൂ നിങ്ങള്, അന്നഹു അലാമത്തുൻ അലാ ത്വീബിൽ അബദി എന്നാണ്. അത്ര ഉപയോഗിക്കുക എന്നുള്ളൊരു ഒരു മനുഷ്യൻ സംശുദ്ധനാണ് എന്നതിന്റെ അടയാളമാണ് എന്നാണ്. ഖുർആനിൽ ഒരു ആയത്ത് കാണാം, നല്ല സംശുദ്ധരായ പുരുഷന്മാർ സംശുദ്ധവതികളായ സ്ത്രീകൾക്കുള്ളതാണ്, സ്ത്രീകൾ പുരുഷന്മാർക്കുള്ളവരാണ്. അപ്പൊ എപ്പോഴും അത്ര ഉപയോഗിക്കുക എന്നുള്ളത് പിന്നെ ഒരു മനുഷ്യന്റെ സംശുദ്ധിയെ അത് അറിയിക്കുന്നു എന്നാണ്. അല്ലാഹു തആല തീബുൻ ലാ യഖ്ബലു ഇല്ലാ തീബ. അല്ലാഹു തആല സംശുദ്ധവാനാണ്, അവൻ പരിശുദ്ധനാണ്, നല്ലതിനെയാണ് അവൻ ഇഷ്ടപ്പെടുന്നത്, അതിനെയാണ് അവൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദാ ഉഹ്ദിയ ഇലൈക തീബു ഫലാ തറുദ്ദഹു, ആരെങ്കിലും നിനക്ക് അത്തറ് സമ്മാനിച്ചാൽ, ഹദിയ നൽകപ്പെട്ടാൽ അതൊരിക്കലും നീ മടക്കരുത്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും അത് മടക്കാറില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഈ അത്ര നൽകുന്നയാള്, നമുക്ക് സമ്മാനിക്കുന്നയാളുകൾ, നമുക്കത് നമ്മളത് സ്വീകരിച്ചാൽ അതുകൊണ്ട് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും കേടുണ്ടാകും. ഇതുപോലെ അവൻ ഒരാൾ നമുക്ക് അത്ര തന്നു, ഇനി അവൻ എന്ത് ചെയ്യും? അത് മറ്റുള്ളവർക്കിടയിൽ പറഞ്ഞു നടക്കും. അനക്ക് ഞാൻ അത് തന്നില്ലേ, ഇത് തന്നില്ലേ, അത് ഇത് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് തന്നത് എന്നൊക്കെ ഭാവിയിൽ എന്താകും? ഇവൻ അത് ഒരു സദസ്സിൽ എടുത്തു പറയും. അതുകൊണ്ട് അവൻ ആ സ്വതക്ക ചെയ്ത, ആ ഹദിയ ചെയ്തത്, അതിന്റെ ഫലം നഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഫഹുനാല തുഖ്ബലുൽ ഹദിയത്തു, അവിടെ ആ ഹദിയ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. കാരണം എന്താ? അവിടെ എങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ ആ മന്നുകൊണ്ട്, എടുത്തു പറയൽ കൊണ്ട് ഇവൻ ഹദിയ ചെയ്ത ആ ഹദിയയുടെ പ്രതിഫലം നഷ്ടപ്പെടും. അതേ സമയത്ത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എങ്കിൽ ഹദിയ, തീബ്, സുഗന്ധം, അത്തറ് ആരെങ്കിലും ഹദിയ തന്നാൽ അത് സ്വീകരിക്കാവുന്നതാണ് എന്നുകൂടി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹദീസ് വിശദമാക്കിക്കൊണ്ട് മറ്റൊരു കാര്യം കൂടി ബഹുമാനപ്പെട്ട ഇമാമുകൾ പറഞ്ഞതായി കാണാം. എന്താണ്? ഹദിയകളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും കാരണത്താൽ മടക്കപ്പെടുന്നതും ഉണ്ട്, മടക്കപ്പെടാത്തതും ഉണ്ട് എന്നാവട്ടെ. മഹാനായ ഇബ്നുൽ അറബി തങ്ങൾ പറഞ്ഞാൽ കാണാം, ഇന്നമാ കാന ലാ യർദു തിബലി മഹബ്ബത്തിഹി ഫീഹി, അള്ളാഹുവിന്റെ റസൂൽ എന്താവാറില്ല? അത്തറ് കൊടുത്താൽ മടക്കാറില്ല. അതിന്റെ കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന് അത് വലിയ ഇഷ്ടമാണ്. മാത്രമല്ല റസൂലുള്ളാഹി തങ്ങൾക്ക് മറ്റു വസ്തുക്കളെക്കാളൊക്കെ ആവശ്യമുള്ളത് അത്തറാണ്. എന്തുകൊണ്ട്? ലി അന്നഹു യുനാജി മൻ ലാ നുനാജി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഭാഷണം നടത്തുന്നത്, സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കാത്ത മലക്കുകളോടാണ്. അതുകൊണ്ട് മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സമയത്തും സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് നടക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് മടക്കാത്തത് എന്നുകൂടി
മഹാന്മാർ ഈ ഹദീസിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഹദീസ് നമുക്ക് വായിക്കാം. حدثنا قتيبة بن سعيد قال حدثنا ابن أبي فديك عن عبد الله بن مسلم بن جندب عن أبيه عن ابن عمر رضي الله عنهما وعنهم قال قال رسول الله صلى الله عليه وسلم ثلاث لا ترد الوسائد والدهن واللبن. Okay. മഹാനായ ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാസുൻ, മൂന്ന് വസ്തുക്കൾ ലാ തുറദ്ദു, അത് മടക്കപ്പെടുകയില്ല. മൂന്ന് വസ്തുക്കൾ മടക്കപ്പെടുകയില്ല. ഒന്ന് അൽ വസായിദു, ഒന്ന് വസായിദാണ്, രണ്ട് ദുഹിനാണ്, മൂന്ന് ലബനാണ്. വസായിദ്, ദുഹിന്, ലബന്, ഈ മൂന്ന് വസ്തുക്കൾ ഉണ്ടാവില്ല. മൂന്ന് ഹദിയകൾ, അത് ആർക്കെങ്കിലും ഏതെങ്കിലും മനുഷ്യർക്ക് ഹദിയ നൽകപ്പെട്ടാൽ അത് സ്വീകരിക്കൽ അനിവാര്യമാണ്, മടക്കാതിരിക്കൽ അനിവാര്യമാണ്. ഏതാണ് ആ മൂന്ന് വസ്തുക്കൾ? ഒന്ന് വസായിദ്, തലയിണ. തലയിണ അല്ലേ, ഉറങ്ങുന്ന സമയത്ത് നമ്മളൊക്കെ വെക്കുന്ന സാധനം, അത് നൽകപ്പെട്ടാൽ പിന്നെ മടക്കപ്പെടുകയില്ല. രണ്ടാമത്തേത് അദ്വദ്ദുഹിനു, എണ്ണ. എണ്ണ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം വൽ മുറാദു ബിഹി മാ യുദ്ദഹനു ബിഹിൽ ഇൻസാനു വലഹു റായിഹത്തുൻ ത്വയ്യിബ, നല്ല സുഗന്ധമുള്ള എണ്ണ. ഈ സുഗന്ധമുള്ള എണ്ണയാണ് ഇവിടെ ഉദ്ദേശം എന്നെങ്ങനെ മനസ്സിലായി? മറ്റു ഹദീസിൽ കാണാം എണ്ണക്ക് പകരം അത്തീബു എന്ന് കാണാം. അൽ വസായിദു വത്തീബു വല്ലബനു, തലയിണ, അതുപോലെ തന്നെ സുഗന്ധം അത്തർ, മൂന്നാമത്തേത് പാല്. പാല്. ഈ മൂന്ന് വസ്തുക്കൾ ഒരാൾക്ക് ഹദിയ നൽകപ്പെട്ടാൽ അതെന്താവുകയില്ല, മടക്കപ്പെടുകയില്ല, സ്വീകരിക്കപ്പെടേണ്ടതാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തേക്ക് ആരെങ്കിലും ഈ മൂന്ന് വസ്തുക്കൾ ഹദിയ നൽകപ്പെട്ടാൽ അത് സ്വീകരിക്കാറുണ്ടായിരുന്നു, മടക്കാറുണ്ടായിരുന്നില്ല എന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം. അപ്പോ ഒന്നെന്തായിരുന്നു? കൂട്ടുകാരെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? എല്ലാവരും ഉറങ്ങിയോ? ഓക്കെ. അപ്പൊ മൂന്ന് സാധനങ്ങളാണ്, മൂന്ന് വസ്തുക്കളാണ് എന്തായത് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഒന്ന് കേൾക്കുന്നുണ്ട്, തലയിണ. അതെ, തലയിണ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ അല്ലെ പല ആളുകളും വിരുന്ന് വരും. അപ്പോ അവനെ നമ്മൾ എന്താണ്, രാത്രി കിടക്കുമ്പോ അവനെ നമ്മൾ സ്വീകരിക്കും. എങ്ങനെ? നല്ല സുഖമായ ഉറക്കം കിട്ടാൻ വേണ്ടി തലയിണ കൊടുക്കും. അപ്പൊ ആ തലയിണ കൊണ്ട് അവന് ഹദിയ നൽകപ്പെട്ടാൽ എന്തെയ്യണ്ട, അത് മടക്കേണ്ടതില്ല. അതുപോലെ തന്നെ എണ്ണ. എണ്ണ എന്നതുകൊണ്ട് ഇവിടെ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നു അത്തറുള്ള തലക്കാണി. തലക്കാണി, സുഗന്ധമുള്ള എണ്ണ. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? മറ്റു റിപ്പോർട്ടിൽ കാണാം എന്ത്, എണ്ണ എന്നതിന് പകരം അത്തീബ് എന്ന് തന്നെ കാണാം. അതുകൊണ്ട് ഇവിടെ എണ്ണ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നല്ല മണമുള്ള എണ്ണയാണ്. നമ്മളെ പഴയ ഉസ്താദുമാരൊക്കെ പറയാറുള്ള എന്തറിയോ? എന്റെ ഉസ്താദ് അവരുകൾ ബഹുമാനപ്പെട്ട വേങ്ങൂര് അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. പഴയ മലയാളങ്ങളൊക്കെ എന്താണ്, നാറുവസ്തു എന്നാ പറയാ. നാറുവസ്തു അല്ലെ, നിങ്ങൾ കേട്ടിക്കണോ? അങ്ങനെ നാറുവസ്തു എന്നാരെങ്കിലും പറയുന്നത്? കൂട്ടുകാർ ആരെങ്കിലും കേട്ടിക്കണോ? അത്തറിന് പകരം നാറുവസ്തു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, എന്നപ്പ കേട്ടോളി. അപ്പോ രണ്ടാമത്തേത് അത്തറ്, മൂന്നാമത്തേത് പിന്നെ പാല്. പാല്. ഈ മൂന്ന് വസ്തുക്കൾ അതെന്ത് ചെയ്യണ്ട, നമുക്ക് ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ എന്ത് ചെയ്യണ്ട, മടക്കേണ്ടതില്ല, സ്വീകരിക്കേണ്ടതാണ്. കാരണം എന്താ, അതൊക്കെ വലിയ മിന്നത്തില്ലാത്ത
ഹദിയകളാണ് എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. حدثنا محمود بن غيلان قال حدثنا أبو داود الحفري عن سفيان عن الجريري عن أبي نضرة عن رجل عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم പറഞ്ഞു. വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക അത്യന്താധുനിക കാലഘട്ടത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട വളരെ ഒരു പോയിന്റ് ഉള്ള ഒരു വാക്യമാണ്, ഒരു ഹദീസാണ് നമ്മൾ വായിക്കുന്നത്. എന്നറിയോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തീബുർ റിജാലി മാ ലഹറ റീഹുഹു വഖഫിയ ലൗനുഹു വതീബുൻ നിസാഇ മാ ലഹറ ലൗനുഹു വഖഫിയ റീഹുഹു. മാഷാ അല്ലാഹ്, നല്ലൊരു പോയിന്റ് ആണിത്. ഇമാം അബൂ ദാവൂദ്, നസായി, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ അബൂ ദാവൂദുൽ ഹഫരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. റസൂലുള്ളാഹി തങ്ങൾ പറയാണെന്ത്, തീബുർ റിജാൽ ആണുങ്ങളുടെ പിന്നെ അത്തറും പെണ്ണുങ്ങളുടെ അത്തറും തമ്മിലുള്ള വ്യത്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വിശദീകരിക്കാൻ. എന്താണ് വിശദീകരിക്കുന്നത്? പുരുഷന്മാർ ഉപയോഗിക്കുന്ന അത്തർ എങ്ങനെയാവണം, സ്ത്രീകൾ ഉപയോഗിക്കുന്ന അത്തർ എങ്ങനെയാവണം. അതാണ് ഫത്തീബുർ റിജാൽ, പുരുഷന്മാരുടെ അത്തർ സുഗന്ധം, മാ ലഹറ റീഹുഹു വഖഫിയ ലൗനുഹു, മണം നല്ല മണമുള്ളതും എന്നാൽ നിറം മറഞ്ഞതും അതുപോലെ തന്നെ മണം നല്ല അടിച്ചു വീശുന്നതും. ഇങ്ങനെയുള്ള അത്രാണ് എന്ത് ചെയ്യേണ്ടത്, ആണുങ്ങൾ ഉപയോഗിക്കേണ്ടത്. കസ്തൂരി പോലെ, അംബർ, കാഫുർ പോലെ. അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള നല്ല മണം ഉണ്ടാവണം. നമ്മുടെ സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാറ്, കേട്ടോളും പെണ്ണുങ്ങളെ. അതെ, നല്ല മണം, നല്ല നിറം കാണാത്ത, നിറം മറഞ്ഞത്, അങ്ങനെയുള്ള അത്രാണ് എന്ത് ചെയ്യേണ്ടത്, ആണുങ്ങൾ ഉപയോഗിക്കേണ്ടത്. അമ്മ തീബുൻ നിസ, പെണ്ണുങ്ങളോ ഫഹുവ മാ ലഹറ ലൗനുഹു വഖഫിയ റീഹുഹു, അതെ, നിറം കാണുന്നത് അതേ സമയത്ത് മണം അല്പം മറഞ്ഞത്, ഇങ്ങനെയുള്ള അത്തറാണ് എന്ത് ചെയ്യേണ്ടത്, സ്ത്രീകൾ ഉപയോഗിക്കേണ്ടത്. പുരുഷന്മാരുടെ അത്തറും സ്ത്രീകളുടെ അത്തറും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇന്നിപ്പോ സുബ്ഹാനല്ലാഹ് പിന്നെ എന്താ കാരണം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ചില സ്ത്രീകളൊക്കെ നടന്നു പോയാല് അല്ലെ ചില മണം നമ്മള് പിന്നെ നമ്മുടെ മൂക്കിലൂടെ അടിച്ചു പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ കൂടി ഒരു പെണ്ണുങ്ങൾ നടന്നു പോയിട്ടുണ്ട്. കാരണം അങ്ങനെ അത്രക്കും വലിയ പിന്നെ വലിയ മണമുള്ള അത്രാണ് എന്ത് ചെയ്യുക, ചില സ്ത്രീകള് ഉപയോഗിക്കാം. അപ്പൊ മറ്റ് അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള മണമുള്ള അത്തർ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ത്രീകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയ തീബുർ റിജാൽ, ആണുങ്ങൾ അത്ര എങ്ങനെ ആവണം, അവരെപ്പോഴും ഇങ്ങനെ പുറത്തു പോണല്ലേ. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കൽ കുറവാ, എപ്പോഴും പുറത്ത് ആണ് അവരെ ഡ്യൂട്ടി. അപ്പൊ അതുകൊണ്ട് എന്താണ്, അവരെപ്പോഴും നല്ല മണമുള്ള എന്നാൽ നിറം മറഞ്ഞ അത്രാണ് അവരെ അത്ര. അതേസമയം സ്ത്രീകൾ ഇപ്പോ അങ്ങനെ പുറത്തൊന്നും പോകാത്തവരായതുകൊണ്ട് അവര് നിറം ഉണ്ടാവണം, നിറമുള്ളതും എന്നാൽ മണം മറഞ്ഞതുമായ അത്രാണ് അവർക്ക് അഭികാമ്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് കാണാം. അപ്പൊ എന്നാലും സ്ത്രീകള് ഇങ്ങനെ ഈ നിലക്കുള്ള അത്തർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അവര് പുറത്ത് വളരെ അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുമ്പോഴാണ്. അസത്ത് വീട്ടില് ഭർത്താക്കന്മാരുടെ അടുത്താണെങ്കിലോ അപ്പൊ ഏതത്ര ഉപയോഗിക്കാം, അത് വേറെ വിഷയം. വീട്ടില് സ്വന്തം ഭർത്താക്കന്മാരുടെ ഒക്കെ അടുത്താണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, അവര് ഏത് അത്തറും ഉപയോഗിക്കാം.
ഇവിടെ പറഞ്ഞത് പുറത്തു പോകുമ്പോഴാണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ഫഇന്ന മുറൂറഹാ അല റിജാൽ മഅ ദുഹൂരി റായിഹത്തി ത്വീബി മിൻഹാ മൻഹിയുൻ അൻഹു. സ്ത്രീകൾ അന്യ പുരുഷന്മാരുടെ അരികിലൂടെ അവളിൽ നിന്ന് നല്ല സുഗന്ധം അടിച്ചു വീശുന്ന രൂപത്തിൽ നടക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടതാകുന്നു എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നു. അപ്പൊ പുരുഷന്മാരുടെ അത്തറും സ്ത്രീകളുടെ അത്തറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അല്ലെ? അപ്പോ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങള്, പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഇൽമിന്റെ സദസ്സിൽ പോകുമ്പോ, ഖുർആൻ ഓതുന്ന സമയത്ത്, ഇൽമിന്റെ സദസ്സില്, ദിക്റിന്റെ സദസ്സില്, ആളുകൾ കൂടുന്ന സദസ്സിലൊക്കെ പോകുന്ന സമയത്ത് പുരുഷന്മാർ പ്രത്യേകം അത്തർ ഉപയോഗിക്കൽ വളരെ മുഅക്കദായ സുന്നത്താണ്. അതേ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് പുരുഷന്മാരും സ്ത്രീകളും അത്തർ ഉപയോഗിക്കൽ മുഅക്കദായ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം. എന്തായാലും ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ പുരുഷന്മാരുടെ അത്തറിനെ കുറിച്ചും സ്ത്രീകളുടെ അത്തറിനെ കുറിച്ചും പറഞ്ഞ ഈ വിഷയം നമ്മൾ പ്രത്യേകം ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. അവിടുത്തോടുള്ള മഹബത്ത് നമ്മുടെ ഖൽബിൽ അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവിടുത്തെ മേൽ കൂടുതൽ കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ആ സ്വലാത്തുകൾ കാരണമായി, മഹബത്ത് കാരണമായി നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. ഒരുപാട് പ്രാവശ്യം ആ ഹബീബ് അന്തിയുറങ്ങുന്ന വിശുദ്ധമായ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ, അവിടുത്തോട് നമ്മുടെ സങ്കടങ്ങൾ, പരാതികൾ പറയാനുള്ള ഒരു മഹാ അവസരം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ എനിക്കും കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം എന്നറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ മഗ്‌രിബ് 7:10 കഴിഞ്ഞു. മഗ്‌രിബ് വാങ്ങി കൊടുക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ ഇനി ലൈവായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഉസ്താദുമാരുണ്ടോ ക്ലാസ് റൂമില്? ഇവിടെ മഗ്‌രിബാണെങ്കിലും പല സ്ഥലത്തും ഇപ്പോൾ ഉച്ചമയക്കത്തിലായിരിക്കും പല ആളുകളും. നമ്മുടെ ക്ലാസ് റൂമിന്റെ പ്രധാനപ്പെട്ട മഹാന്മാരൊക്കെ ഈ സമയത്ത് നല്ല മയക്കത്തിന്റെ ടൈമാണ്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ലൈവായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആളുകളുണ്ടോ? ബാവുസ്താദ് ഉണ്ട്. എന്തായാലും ഞാൻ മൈക്ക് വിടുന്നു, അല്ലെങ്കിൽ അഡ്മിൻ സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മുടെ നല്ല റെക്കോർഡ് വെച്ചാലും മതി. ഇൻഷാ അല്ലാഹ് നമ്മുടെ സൈൻ തങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല സയ്യിദവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം ക്ലിയർ അല്ല, നെറ്റ് സ്ലോ ആണ്, ചിലപ്പോ കട്ടുണ്ടാവും. കേൾക്കുന്നുണ്ടോ? ഇന്നത്തെ സമ്മേളനമൊക്കെ കഴിഞ്ഞ് ആ ക്ഷീണത്തിൽ ചെറിയ പനിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ബഹുമാനപ്പെട്ട ജഗത് ഉസ്താദ് മൈക്കിലേക്ക് വിളിക്കുന്ന കണ്ടപ്പോ മറ്റു ഉസ്താദുമാരൊക്കെ തിരക്കിലും വിശ്രമത്തിലും ആകുമെന്ന് കരുതി വന്നതാണ്. അൽഹംദുലില്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന് ഇജ്ജത്തോടെ ഒരുപാട് കാലം ദീനി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മാഷാ അല്ലാഹ്, നമ്മുടെ ഷൗക്കത്ത് ഉസ്താദ് അത്തറിന്റെ കാര്യം പറഞ്ഞ സമയത്താണ് ഞാൻ ആ ക്ലാസ് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ അബു അസ്ലം ഉസ്താദ് ഉസ്താദിനെ വിളിച്ചാൽ ഉസ്താദ് എന്ത് ചെയ്യും? അത്തറ് കൊടുത്തേക്ക് എനിക്ക് മദീനത്തേക്ക്. അത് ഒരത്തറല്ല, ഒരത്തറിന്റെ കുപ്പിയൊന്നല്ല, 12, 15, 20 ഇങ്ങനെയൊക്കെയാണ് അത്തറ് കൊടുത്തേക്കല്. വലിയ നല്ല രസമുള്ള കുപ്പിയും നല്ല സ്മെല്ലുള്ള അത്തറുമായിരിക്കും അദ്ദേഹം കൊടുത്തേക്കാറ്.
റബ്ബ് ഇപ്പൊ അദ്ദേഹം PM ചെയ്തിട്ടുണ്ട്, നല്ല അത്തറ് വന്നിട്ടുണ്ട്. ഏതായാലും റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട അബൂ അസ്ലം ഉസ്താദിനും അതുപോലെ ഷൗക്കത്ത് ഉസ്താദിനും ഒക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. റിയാൻ ഉസ്താദിന് ഇന്നലെ 2 കുപ്പി കിട്ടിയിട്ടുണ്ടല്ലേ? മാഷാ അല്ലാഹ്. ഞാൻ അത്രയും കച്ചവടം തുടങ്ങിയിട്ടില്ല മക്കൾ, എന്നോട് ഇനി വേണമെന്നാണ് കുറെ ആൾക്കാർ PM അടിച്ചിട്ടുണ്ട്. നമ്മുടെ അബൂ മുസ്ബാഹ് പറയുന്നുണ്ട് നല്ല അത്തർ ഉണ്ടായിരിക്കും വേണമെന്ന്. അൽഹംദുലില്ലാഹ് നമ്മുടെ സമ്മേളനം കഴിഞ്ഞു. സമ്മേളന നഗരിയിൽ നമ്മുടെ KMIC-യുടെ ഒരുപാട് പ്രവർത്തകർ, ഉസ്താദുമാര്, ഗായികളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ലത്തീഫാജിയും ബഹുമാനപ്പെട്ട താഹിറുദ്ദീൻ ഖാ, അബൂ റയ്യാൻ ഉസ്താദും KM ബാബ ഉസ്താദ്, മാഷാ അല്ലാഹ്, യൂസഫ് ഖാനല്ലേ, KM ബാബ ഉസ്താദ്, അങ്ങനെ ഒരുപാട് ഉസ്താദുമാരെയും ഒക്കെ നമ്മുടെ സമ്മേളന നഗരിയിൽ വെച്ച് കാണാൻ കഴിഞ്ഞു. നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട് ക്ലാസ് റൂമിലെത്തിക്ക്. ഒരുപാട് ആളുകൾ ഓൺലൈനിലുണ്ട്, പക്ഷെ ഇവിടെ കാണുന്നില്ല, എവിടെ പോയിന്നറിയില്ല. ചിലപ്പോ എന്തെങ്കിലും കമ്പ്യൂട്ടർ ഓണാക്കിയിട്ട് ചില ആളുകൾ നേരെ ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഓണാക്കിയിട്ട് ഒരു പോയിണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട് കൊണ്ടുവരും. നമ്മുടെ യൂസുഫ് ഖാൻ മദീനത്തുള്ള സജീവ പ്രവർത്തകനാണ്. അതാണ് ലൂണ എന്നുള്ള ഐഡിയ. അദ്ദേഹം മാഷാ അല്ലാഹ് മദീനയിലെ ഒരുപാട് പ്രവർത്തകർ നമ്മുടെ KMIC റേഡിയോയിലൂടെ ഒക്കെ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അത്തറിന്റെ നെയ്മ്, നല്ല അത്തർ നമ്മുടെ അബൂ അസ്ലം ഉസ്താദിനെ അറിയാം. എല്ലാവിധ അത്തറുകളും ഉസ്താദിന്റെ കയ്യിലുണ്ട്, നല്ല സ്മെല്ലുള്ള അത്തറുകൾ. ഒരുപാട് പേര് എനിക്ക് അദ്ദേഹം തന്നതിന്റെ ഒക്കെ അതിൽ കുപ്പിയുമ്പോ തന്നെ പേര് എഴുതിയിട്ടാ തരാറ്. നല്ല രസമുള്ള, നല്ല സ്മെല്ലുള്ള അത്തറുകൾ, അതിൽ ഒരുപാട് വില പിടിപ്പുള്ള അത്തറുകളും ഉണ്ടാകാറുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അബൂ അസ്ലം ഉസ്താദിനായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എവിടെയാണ് ഷോപ്പ്? അദ്ദേഹം റിയാദിലാണ്. നമ്മുടെ ക്ലാസ് റൂമിൽ അബൂ അസ്ലം 41 ID ഉണ്ട്. ID ഇനി ഫ്രീ ആയിട്ട് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ എന്റെ ഫ്രീ എന്ന് അടിച്ചിട്ട് ബാക്കി ചോദിച്ചാൽ മതി. അതിന് ഉസ്താദ് റീപ്ലൈ തരാതിരുന്നത്. എന്റെ കയ്യിലൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. ഏതായാലും നമ്മുടെ ക്ലാസ് റൂമിനെ സ്നേഹിക്കുന്ന, ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് അബൂ റയ്യാൻ ഉസ്താദിന് എന്റെ അടുത്തുണ്ട് ഇവിടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വരുമ്പോ തരുന്നുണ്ട്. ക്ലാസ് റൂമിനെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട അബൂ റയ്യാൻ ഉസ്താദിനെ പോലെയുള്ള അബൂ റയ്യാൻ ഉസ്താദും അതുപോലെ KM ബാബ ഉസ്താദ്, അങ്ങനത്തെ ഒരുപാട് നിഷ്കളങ്കരായ ഉസ്താദുമാര്, നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദിനെ പോലെ ഉള്ളവരൊക്കെ നമ്മുടെ ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ നാട്ടിലെ ടൈം ഏകദേശം 2 മണി 1 മണി 2 മണിയൊക്കെ ആയാലും ഉസ്താദുമാരൊക്കെ ഉറങ്ങാതെ ക്ലാസ് എടുക്കുന്നത്. അൽഹംദുലില്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ.